പാകിസ്ഥാനിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുക്കാനെത്തുന്ന വിദേശികളെ തട്ടിക്കൊണ്ടുപോകാൻ നീക്കമിടുന്നതായി മുന്നറിയിപ്പ്. വിദേശികളെ തട്ടിക്കൊണ്ടുപോകാൻ രഹസ്യ ഗ്രൂപ്പുകൾ പദ്ധതിയിടുന്നതായി പാകിസ്ഥാൻ ഇന്റലിജൻസ് ബ്യൂറോ രാജ്യത്തെ സുരക്ഷാ സേനയ്ക്ക് മുന്നറിയിപ്പ് നൽകി. മോചനദ്രവ്യം ലക്ഷ്യമിട്ടാണ് തട്ടിക്കൊണ്ടുപോകാൻ നീക്കമിടുന്നത് എന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. TTP, ISIS, ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസൻ പ്രൊവിൻസ്, ബലൂചിസ്ഥാൻ ആസ്ഥാനമായുള്ള മറ്റു ഗ്രൂപ്പുകൾ എന്നിവയുൾപ്പെടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. മുന്നറിയിപ്പിന് പിന്നാലെ താരങ്ങളുടെയും അവർക്കൊപ്പമുള്ള ജീവനക്കാരുടെയും സുരക്ഷ വർദ്ധിപ്പിച്ചു. റേഞ്ചർമാരും ലോക്കൽ പോലീസും ഉൾപ്പെടെയുള്ള സംഘങ്ങളെ പാക് സുരക്ഷാ സേന വിന്യസിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലും ദുബായിലുമായാണ് ചാമ്പ്യൻസ് ട്രോഫി പുരോഗമിക്കുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ പാകിസ്ഥാനിലേക്ക് ടീമിനെ അയക്കില്ലെന്ന് BCCI വ്യക്തമാക്കിയതോടെയാണ് ഹൈബ്രിഡ് മാതൃകയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ നടക്കുന്നത്. മറ്റു മത്സരങ്ങളെല്ലാം പാകിസ്ഥാനിലെ വിവിധ സ്റ്റേഡിയങ്ങളിൽ നടക്കും. പാകിസ്ഥാനിൽ വിദേശികൾ ആക്രമണത്തിന് ഇരയായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2009 ലാഹോറിൽ പര്യടനത്തിനെത്തിയ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിനെതിരെ ആക്രമണമുണ്ടായിരുന്നു. പിന്നീട് ഏറെ നാൾ രാജ്യാന്തര ക്രിക്കറ്റ് മത്സരങ്ങൾ പാകിസ്ഥാനിൽ നടന്നിരുന്നില്ല. നിലവിലെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം നിരീക്ഷണം നടത്തുന്നുണ്ട്.